ഐഡിയസ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പഠന വകുപ്പിൽ നിലവിലുള്ളതും പുതുതായിട്ട് ആരംഭിക്കുന്നതുമായിട്ടുള്ള 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് നടത്തുന്ന BA LLB പ്രോഗ്രാം ഇവയിലേക്ക് പ്രവേശനത്തിനായിട്ട് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റിയുടെ വിവിധ പഠന വകുപ്പിൻ്റെ കീഴിലുള്ളതും ഈ BA LLB കോഴ്സ് എന്ന് പറയുന്നത് പാലയാട് ക്യാമ്പസിലുള്ളതുമാണ്. അപ്പോൾ അതിനായിട്ടാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചേക്കുന്നത്. അതിൻ്റെ യോഗ്യതയും കാര്യങ്ങളും നമ്മൾ +2 മതി. ഓരോ കോഴ്സിനും എന്തൊക്കെ യോഗ്യത വേണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഇതിൽ പറയുന്നുണ്ട് കേട്ടോ, എന്ത് പഠിച്ചവരായിരിക്കണം എന്നൊക്കെ ഉള്ളത്. പിന്നെ നിങ്ങൾ 31/5/2024 മുമ്പായിട്ട് അപ്ലൈ ചെയ്യണം. 5 മണിക്ക് മുമ്പായിട്ട് admission.kannur.university.ac.in എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് അതുപോലെ പ്രോസ്പെക്ടസും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങളിപ്പോൾ ഈ 5 വർഷത്തെ പ്രോഗ്രാം ആണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്രെഡിറ്റുകൾ നേടുന്നതനുസരിച്ചിട്ട് 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഗ്രി ആയിട്ട് പുറത്ത് പോരാം, അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ ഡിഗ്രി വിത്ത് ഓണേഴ്സ് ആയിട്ട് പോരാം, അതല്ലെങ്കിൽ ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ചായിട്ടും ബിരുദങ്ങൾ നിങ്ങൾക്ക് നേടാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപയാണ്. SC/ST കാൻഡിഡേറ്റ്സിന് 200 രൂപയാണ്. പിന്നെ ഇത്ര മിനിമം ഒരു പ്രോഗ്രാം ഉണ്ടാവും, അത് പ്രോസ്പെക്ടസ് നോക്കണം എത്ര പ്രോഗ്രാം വരെയാണെന്ന്. അതിനുശേഷമുള്ള ഓരോ പ്രോഗ്രാമിനും റിസർവേഷനൊന്നും ഇല്ലാത്തവർക്ക് 200 രൂപ വെച്ചിട്ടും SC/ST കാൻഡിഡേറ്റ്സിന് 100 രൂപ വെച്ചിട്ടും കൂടുതലായിട്ട് വരും. SBI ePay വഴിയാണ് ഓൺലൈനായിട്ടാണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. നിങ്ങൾ ചെല്ലാനൊന്നും വെച്ചിട്ട് അടക്കാൻ പറ്റില്ല. അതുപോലെ നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ഓൺലൈൻ പേയ്മെൻറ്റ് നമ്മളിപ്പോൾ കൊടുക്കുമല്ലോ, ഈ 500 എന്നൊക്കെ പറയുന്ന ആ ഒരു എമൗണ്ട്, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടതാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് NCC NSS അങ്ങനെയുള്ളതിൻ്റെയൊക്കെ വെയിറ്റേജ് മാർക്കോ, അത് പ്രോസ്പെക്ടസ് നോക്കുക എന്തിനൊക്കെ വെയിറ്റേജ് മാർക്ക് ഉണ്ടെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഫോം പൂരിപ്പിക്കുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളത് S ആണെങ്കിൽ S കൊടുക്കുക. അതുപോലെ നമുക്ക് റിസർവേഷൻ OBC NCLോ SCBCയോ പിന്നെ SC/STയോ അങ്ങനെ എന്തെങ്കിലും റിസർവേഷനൊക്കെ ഉണ്ടെങ്കിൽ അതും അപ്ലൈ ചെയ്യണ സമയത്ത് തന്നെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം പിന്നീട് ഇതൊന്നും കൊടുക്കാതെ അവിടെയൊക്കെ നോയിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അത് ചൂസ് ചെയ്ത് കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് ഈ റിസർവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അഡ്മിഷൻ്റെ സമയത്ത് ചെന്നാൽ ആ റിസർവേഷൻ കിട്ടില്ല കേട്ടോ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് അതിന് ആൻസർ കൊടുക്കുക. ചിലയിടത്ത് ഓപ്ഷൻസ് കൊടുക്കാൻ ഡ്രോപ്പ് ഡൗൺ ഉണ്ടാവും, ചിലത് yes or no ആയിരിക്കും. അപ്പോൾ അതെന്താണെന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കൊടുക്കുക. പ്രോസ്പെക്ടസ് ഉൾപ്പെടെ നമ്മുടെ വെബ്സൈറ്റ് admission.kannur.university.ac.in എന്നുള്ള വെബ്സൈറ്റിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു വെബ്സൈറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് admission.kannur.university.ac.in എന്നുള്ള വെബ്സൈറ്റാണ്. ഇവിടെ ഈ ഒരു ലേറ്റസ്റ്റ് ന്യൂസിൽ ഇത് വന്നിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ കൊടുത്താൽ ഞാനിപ്പോൾ വായിച്ച ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. മെനു ചെന്നിട്ട് നിങ്ങളിവിടെ പ്രസ് റിലീസ്, പ്രോസ്പെക്ടസ്, നോട്ടിഫിക്കേഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ പ്രോസ്പെക്ടസ് ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിച്ച് നോക്കുക. ഓരോന്നിൻ്റെയും പ്രോസ്പെക്ടസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതായത് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസ്പെക്ടസാണ് ആദ്യം വന്ന് കിടക്കുന്നത്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് എൻട്രൻസ് ഉള്ളതായിട്ടൊന്നും പറയുന്നില്ല, ഫിസിക്കൽ കേട്ടോ. ഓക്കെ, ഇവിടെ എലിജിബിലിറ്റി ആയിട്ട് ഇവർ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഓരോന്നിൻ്റെയും എലിജിബിലിറ്റി എന്താണ്, ഏതൊക്കെ കോഴ്സുകളും എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കാര്യം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എത്ര പെർസെൻറ്റേജ് +2 വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ഏതൊക്കെയാണ് കോഴ്സുകളെന്നും, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ വന്നേക്കുന്നത് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിൻ്റെ മാത്രമാണ് കേട്ടോ. ഇനി നമ്മൾ സാധാരണ ഡിഗ്രി ഓണേഴ്സ് കോഴ്സുകളുടെ നമുക്ക് പിന്നെ വരും. ഇപ്പോൾ 5 വർഷത്തെ കോഴ്സുകളുടെ മാത്രമാണ് വന്നേക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. ടേക്ക് കെയർ. പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷനിൽ നമ്പർ കാണുന്നില്ലേ, അതിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. ഓരോന്നിനും ഇവിടെ കണ്ടോ, ഓരോ കാര്യങ്ങൾക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അച്ചീവ്മെൻറ്റ്സിനാണ് എന്തൊക്കെ നമുക്ക് പോയിൻറ്റ്സ് കിട്ടും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പോയിൻറ്റ്സ് ഉള്ളവർ അത് കൊടുക്കുക. അതുപോലെ തന്നെ അഡ്മിഷൻ്റെ സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കാൻ നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.